ഹലോ, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കാര്യം അറിയോ? ഫേസ്ബുക്കിലൂടെ എന്തും വാങ്ങാം വിൽക്കാം. പലർക്കും അറിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു ബൈക്ക് കൊടുക്കാണ്ടെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യും? പരിചയമുള്ള ആരോടെങ്കിലും പറയും, അതല്ലെങ്കിൽ നേരെ OLX ഇടും അല്ലേ? ഇനിയിപ്പോൾ ചെറുകിട ബിസിനസ് നടത്തുന്നവര്, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നെറ്റിപ്പട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ കരകൗശല വസ്തുക്കൾ, പിക്കിൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെറുകിട രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. വലിയൊരു കോസ്റ്റാണ്. ഒരു സ്റ്റാഫിനെ വെക്കണം, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ചെലവുകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയണം, നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ, വീഡിയോ എടുക്കാനും ഒക്കെ അറിയണം അല്ലേ? ഇതൊന്നും ചെയ്യണ്ട. വളരെ ഈസി ആയിട്ട് ഫേസ്ബുക്കിലൂടെ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്നേ. നിങ്ങൾക്കിതിനെ പറ്റി അറിയോ? അറിയുന്നവർ ഈ വീഡിയോ കാണണ്ട, അറിയാത്തവർ ഒന്ന് ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അതിൽ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒന്ന് കാണിക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അപ്പം മുകളിലൊരു കുറച്ച് ഐക്കൺ കാണില്ലേ? അതിൽ ഈ ഐക്കൺ ഉണ്ടല്ലോ, ഇത് മാർക്കറ്റ്, ഫേസ്ബുക്ക് മാർക്കറ്റ് എന്ന് പറയും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അതിൽ കുറേ സംഭവങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഫോൺ നമ്പർ, ഫോട്ടോ ഒന്നും എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ബ്ലർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടെന്നേ. ബൈക്ക്, മൊബൈല്, അത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരയണം, ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് കരുതുക. ഞാനിവിടെ ബൈക്കിൻ്റെ കാര്യം കാണിക്കുകയാണ്. മുകളിൽ കണ്ടോ സെർച്ച് എന്നുള്ള സിമ്പിൾ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബൈക്ക് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ ഏറ്റവും മുകളിൽ കണ്ടോ, ഇപ്പം എൻ്റെ സ്ഥലത്തിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിങ്ങളുടെയിലും നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ആയിരിക്കും കാണിക്കുക. അത് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എറണാകുളത്താണ് ഉള്ളത്, പക്ഷേ വീട് പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാലക്കാടത്ത് കൊടുക്കാൻ പറ്റും. ആ സ്ഥലത്തിൻ്റെ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥലവും ഒക്കെ മാപ്പൊക്കെ കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. അപ്പം ഞാൻ അതോടെ ബൈക്ക് തിരഞ്ഞപ്പോൾ കണ്ടോ കുറേ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ആ ഫിൽറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ഒക്കെ വെച്ചിട്ട് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ രജിസ്ട്രേഷനൊക്കെ നോക്കാൻ പറ്റും. ജസ്റ്റ് ഇതിൽ മറ്റുള്ളവരുടെ ഫോട്ടോ ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അവരുടെ നമ്മൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ബ്ലർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ പോണ സമയത്ത് നമ്മളുടെ ഒരു സംഭവം എങ്ങനെ വിൽക്കുക എന്നുള്ളത് കാണിക്കാം. അതുകൊണ്ട് ബാക്കിൽ പോവുക. എന്നിട്ട് ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ സെല്ലെന്ന് കണ്ടോ, സെല്ല് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ബൈക്ക് തന്നെയാണ് കാണിക്കുന്നത്. സെല്ല് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്ത് ഇങ്ങനെ വരും. അതിൽ ഐറ്റംസ്, വെഹിക്കിൾ. അപ്പോൾ ഞാൻ വെഹിക്കിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാണും? ആഡ് ഫോട്ടോസ്. അത് പിന്നെ ചെയ്യാം. ടൈറ്റിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബൈക്ക് ഫോർ സെയിൽ എന്നുള്ളത് കൊടുക്കുന്നു. പ്രൈസ്, നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യണം. ഒരു 20,000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ മോഡല്, കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഹാഷ് ടാഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് വരുന്ന സമയത്ത് ആഡ് ഫോട്ടോസ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് അടിച്ചിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യുക? മെസ്സഞ്ചർ വഴി കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ നമ്പർ കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ബൈക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, പിക്കിളാകാം, പപ്പടമാകാം, കരകൗശല വസ്തുക്കളാവാം, തുടങ്ങി നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഇതിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും, പരസ്യം കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് മാർക്കറ്റിംഗ് ആകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പേജും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും ഈ വിവരങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കത് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.